നമസ്കാരം, വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കോടികളുടെ ഓഫർ തട്ടിപ്പ് കേസ്. വടക്കാഞ്ചേരി നഗരസഭയിലെ 3 പ്രതിപക്ഷ വനിതാ കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട കൗൺസിൽ യോഗത്തിൽ പ്രമേയം പാസാക്കി ഭരണപക്ഷം. ബുഷറ റഷീദ്, നഫീസ നാസർ അലി, കമലം ശ്രീനിവാസൻ എന്നിവർക്കെതിരെയാണ് നടപടി വേണമെന്ന ആവശ്യമുയർന്നത്. ബ്ലോക്ക് ഡിവിഷൻ കൗൺസിലർ KU പ്രദീപ് അവതരിപ്പിച്ച പ്രമേയം അത്താണി കൗൺസിലർ സേവ്യർ മണ്ടുംപാല പിന്തുണച്ചു. വൻ ബഹളത്തിനിടയിൽ പ്രമേയം പാസാക്കിയതായി ചെയർമാൻ. നടുത്തളത്തിലിറങ്ങിയുള്ള കൗൺസിലർമാരുടെ ബഹളത്തിൽ നഗരസഭാ യോഗം അലങ്കോലമായി. ഓഫർ തട്ടിപ്പ് കേസിൽ നഗരസഭയിൽ പ്രമേയം കൊണ്ടുവന്നത് ജനാധിപത്യ വിരുദ്ധ നടപടിയെന്ന പ്രതിപക്ഷ കൗൺസിലർമാർ. ഒരു തെറ്റും ചെയ്യാത്ത മെമ്പർമാരെ ചെയർമാൻ PN സുരേന്ദ്രൻ അപമാനിച്ചുവെന്ന ആരോപണം. നിയമ നടപടി സ്വീകരിക്കുമെന്ന കോൺഗ്രസ് കൗൺസിലർമാർ. പ്രമേയത്തെ എതിർത്ത് BJP. ഉത്രാളിപ്പൂരത്തിന്റെ മതിവരാ കാഴ്ചകളിലേക്ക് ആവേശ ചുവടുകളുമായി വടക്കാഞ്ചേരി. വേറിട്ട പൂരക്കാഴ്ചകൾ ഒരുക്കി മുഖ്യ ബംഗാൾ ദേശം കുമരനെല്ലൂർ. കാഴ്ചകളുടെ വിരുന്നുമായി 19 മുതൽ പൂരനിലാവ്. കുമരനെല്ലൂർ NSS മൈതാനത്ത് കലാ സാംസ്കാരിക മികവിന്റെ സുന്ദരമേളം. സ്റ്റാർ സിംഗർ റണ്ണറപ്പ് ദിശ പ്രകാശിനെ ആദരിക്കും. ദിശയുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയോടെ നിലാവൊഴുകും പൂരത്തിന് തുടക്കം. ദേശത്തിന് ഇത്തവണയും 11 ആനകൾ. വെടിക്കെട്ട് നടത്താൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന ദേശ കമ്മിറ്റി പ്രസിഡന്റ് AK സതീഷ് കുമാർ. പെരിങ്ങണ്ടൂർ പോപ്പ് ജോൺ പോൾ പീസ് ഹോമിലെ അന്തേവാസികൾക്ക് ഇനി വിഷമൊട്ടുമില്ലാത്ത പച്ചക്കറികളും നേന്ത്രപ്പഴവും. കിടപ്പ് രോഗികളുടെ അഭയകേന്ദ്രത്തിൽ നേന്ത്രവാഴ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് കവർച്ച. ഫെഡറൽ ബാങ്ക് കൊള്ളയടിച്ച് 15 ലക്ഷം രൂപ കവർന്ന പ്രതി ബാങ്കിനെ കുറിച്ച് കൃത്യമായി അറിയുന്നയാൾ തന്നെ എന്ന് പോലീസ് നിഗമനം. കവർച്ചയ്ക്ക് ശേഷം ഉൾവഴികളിലൂടെ പ്രതി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. നടന്നത് ആസൂത്രിത കൊള്ളയെന്ന് പോലീസ്. പ്രതിയെക്കുറിച്ച് സൂചനകളില്ല. തൃശൂർ ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട ജില്ലാ പഞ്ചായത്തിന് 120 കോടി രൂപയുടെ വാർഷിക പദ്ധതി. ജില്ലയെ കാർഷിക മേഖലയിൽ വൻ കുതിപ്പിലേക്ക് നയിക്കും. അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനും പദ്ധതി. കേരള കലാമണ്ഡലം മോഹിനിയാട്ട അധ്യാപകൻ RLV രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപം. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം. രാമകൃഷ്ണനെ ഉദ്ദേശിച്ച് തന്നെയാണ് സത്യഭാമ സംസാരിച്ചതെന്നും പട്ടികജാതിക്കാരനെന്ന ബോധ്യത്തോടെയാണ് അധിക്ഷേപിച്ചതെന്നും കുറ്റപ്പെടുത്തൽ. നടൻ സിദ്ധാർത്ഥ് ഭരതന്റെ മൊഴിയെടുത്ത അന്വേഷണ കമ്മീഷൻ. KPAC ലളിതയുമായി കലഹിച്ചത് രാമകൃഷ്ണൻ തന്നെയെന്ന് സിദ്ധാർത്ഥിന്റെ മൊഴി. വേനൽക്കാലം അടുത്തതോടെ സംസ്ഥാനം കൊടും ചൂടിന്റെ പിടിയിൽ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചൂട് 38 ഡിഗ്രി സെൽഷ്യസ് പാലക്കാട് രേഖപ്പെടുത്തി. ജില്ലയിൽ ജോലി സമയം പുനഃക്രമീകരിച്ച ഉത്തരവ്. മെയ് 10 വരെ ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ തൊഴിലാളികൾക്ക് വിശ്രമ സമയമായിരിക്കുമെന്ന് ജില്ലാ ലേബർ ഓഫീസർ. വടക്കാഞ്ചേരി ഉത്രാളിപ്പൂരം ഫെബ്രുവരി 25 നഗരസഭാ പരിധിയിൽ പ്രാദേശിക അവധി. ജില്ലാ ഭരണകൂടമാണ് അവധി പ്രഖ്യാപിച്ചത്. സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗനവാടികൾ, എങ്കക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിനും അവധി. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ലെന്ന് കളക്ടർ. ചേലക്കര പുലാക്കോട് വാഹനാപകടം. ഹോംഗാർഡ് രമേശ് മരണമടഞ്ഞു. മൃതദേഹം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വെച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം മധ്യവയസ്കനെ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തി. പൊങ്ങണങ്ങാട് സ്വദേശി ക്ലമന്റാണ് ദുരന്തത്തിനിരയായത്. വടക്കേക്കാട് കൊച്ചന്നൂരിൽ പനി ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചു. താണിശ്ശേരി സ്വദേശി 14-കാരൻ അതുൽ കൃഷ്ണനാണ് മരണമടഞ്ഞത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലെ സീനിയർ ക്ലർക്ക് കുഴഞ്ഞു വീണ് മരിച്ചു. കൊട്ടുക്കൽ ബഷീറാണ് മരിച്ചത്.